ഒരുപാട് നാളായി പായസം ഉണ്ടാക്കണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് പിന്നെ സേമിയ ഉണ്ടാക്കാലോ എന്നാ തീരുമാനിച്ചിരുന്നത് കേട്ടോ. പിന്നെ വിഷ്ണു സേമിയാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു സേമിയ എനിക്ക് വേണ്ട, പാലട മതി, പാലട പായസം കൊണ്ടിരിപ്പിക്കുക അമ്മാന്ന്. അങ്ങനെ ഞാൻ പാലടേൻ്റെ ഒരു പാക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. മിക്സ്ഡ് പാക്കാണ്. എന്തായാലും നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാമല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ അതിക്ക് വേണ്ടിയിട്ട് 2 പാൽ പാക്ക് മാത്രം വാങ്ങിയിട്ടുള്ളൂ. പിന്നെ പഞ്ചസാര എല്ലതും അതിലുണ്ടാവുമല്ലോ, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്. പിന്നെ ഞാൻ കവർ നോക്കിയപ്പോൾ കടയിൽ നിന്ന് വിഷ്ണുവിൻ്റെ അച്ഛൻ കൊണ്ടുവന്ന കവർ നോക്കിയപ്പോൾ നാരങ്ങ മിഠായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ മിഠായിയും കഴിച്ചതാ ഞാൻ ഗ്യാസ് മേലാട്ടോ പായസം ഉണ്ടാക്കിയെടുക്കണത്. അങ്ങനെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും കുറച്ചധികം വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം പാലട വെന്ത് വരണ്ടേ, നല്ല വേവുണ്ട് തോന്നുന്നു. കുട്ടികളും വലിയ സന്തോഷത്തിലാട്ടോ. കാരണം പായസം ഉണ്ടാക്കിയ കാലം മറന്നു. ഒരുപാട് നാളായി ഞാൻ വിചാരിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും പാക്ക് വിഷ്ണു പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പൊട്ടിച്ചതെന്ന് ചെറിയൊരു പാക്കും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഞാൻ പാലൊഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷമാണ് പാലട മിക്സിൽ ഞാൻ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണത്. ഇതിൽ നോക്കിയപ്പോൾ പാലട വല്ലാണ്ടില്ല, പക്ഷേ നല്ലോണം പഞ്ചസാര ഉണ്ട് കേട്ടോ. എന്തായാലും പാല് തിളച്ചതിന് ശേഷം നമുക്ക് പാലട മിക്സ്ഡ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കുക. പായസത്തിന് എന്താ ഇപ്പോൾ ഇത്രയും ആഗ്രഹം എന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല. ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോയാൽ എല്ലായിടത്തും ചിക്കനോ നെയ്ച്ചോറും കോഴി ബിരിയാണി, കടായി ചിക്കൻ, നെയ്ച്ചോറ്, അങ്ങനെ ഓരോന്നും ഉണ്ടാവുള്ളൂ കേട്ടോ. ഓരോ വിഭവങ്ങൾ ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പോൾ സദ്യ കിട്ടിയിട്ട് കാലം മറന്നു മക്കളെ. നമ്മൾ പറഞ്ഞാൽ വീട്ടിൽ സദ്യ ഉണ്ടാക്കും, പായസം ഉണ്ടാക്കും, ശരിയാണ്. അത് വല്ല വിഷു ഓണമൊക്കെ ആകുമ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ഉണ്ടാക്കാനുള്ള മാനസികാവസ്ഥയും മനസ്സൊക്കെ വേണം, എന്നാലേ ഉണ്ടാക്കുകയുള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു മനസ്സേ ഇല്ല. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു മനസ്സ് കിട്ടിയപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി, കുടിച്ചാൽ മതി എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ സമയം പോയത് ഞാനും അറിഞ്ഞില്ല. സമയം എന്ന് പറഞ്ഞാൽ രാത്രി 8:30 ആയിട്ടുണ്ട്, 9 മണി ആവാനായി. എന്തായാലും പായസത്തിനൊപ്പം ചോറും തിന്നണം. കാരണം ചോറും കറിയൊക്കെ അവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ എന്താ കറി ചോദിച്ചാൽ വെറും ചോറും ചിക്കൻ കറി തന്നെയാണ് കേട്ടോ. പായസം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കളിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യമോൾ ഇടക്കിടക്ക് വന്നാണ്ട് വെന്തമ്മ, ആയമ്മ, തെരിയമ്മ, ചൂടാറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറയേണ്ടത് ഇപ്പം തരാം സൂര്യ, ഇപ്പം ആവൂട്ടോ എന്ന് പറഞ്ഞു. നമ്മളെ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ ഗ്ലാസ് കുടിക്കാൻ വേണ്ടി എടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം. വീഡിയോ ഞങ്ങൾ കുടിക്കട്ടെ. ടാറ്റ ബൈ, താങ്ക് യു.